ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കൂ, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാൻ പറ്റൂ. നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ വറീസും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാൻ പറ്റൂ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് മാത്രമാണ് ആവശ്യം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക. ഹായ് സർ, ആക്ച്വലി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഓടാറുണ്ട്, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എല്ലാ ഡെയിലിയും സ്ലോട്ട് തിരിച്ചിട്ട് പഠിക്കാറുണ്ട്. ബട്ട് ഒരു പ്രശ്നമുള്ളത് കൈൻഡ് ഓഫ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഒരു കൈൻഡ് ഓഫ് എന്താ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഇടയ്ക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ PG ചെയ്യാനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ ഫെലോഷിപ്പൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് നമ്മളും ഡൈവേർട്ട് ആവും. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഇത് ഒരു ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ളൊരു ജേർണിയാണ്. അങ്ങനെ ഒരു തോട്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലുണ്ടാകുമ്പോൾ നേരെ തിരിച്ച് ഈ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി നേരെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് കൂടി ഉള്ളിലുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റയർലി മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പം സബ്ജക്ട്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മെൻറ്റർഷിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൈൻഡ് ഓഫ് എല്ലാം ഓക്കെയാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, വിഷയങ്ങളൊക്കെ കുറച്ചും കൂടി മനസ്സിലായി തുടങ്ങി. ഫസ്റ്റ് ഒരു PCM എടുത്തതിനേക്കാളും കൂടുതൽ മനസ്സിലായി തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്താ ഒരു പാസേജ് ബിൽഡ് ചെയ്തെടുക്കാൻ, ടൈം ഫ്രെയിമിലുള്ള ആൻസർ ചെയ്തെടുക്കാൻ ഭയങ്കര കൺസ്ട്രെയിൻ ആണ്. തീരെ അങ്ങനെ എഴുതി കംപ്ലീറ്റ് ആക്കാൻ ടൈമിൻ്റെ ഉള്ള എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ബട്ട് ഒരു ആക്ച്വലി ഒരു സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻസർ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം പ്രോപ്പറായിട്ട് പേപ്പറിലേക്ക് ആ ടൈം ലിമിറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ എന്തായാലും എനിക്ക് കിട്ടുന്നൊരു തോന്നലുണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഞാൻ തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആകുന്നൊരു സമയം ഉണ്ടാവാറുണ്ട്. പിന്നെ എങ്ങനെ ഈ കൺസേൺ ബീറ്റ് ചെയ്യാൻ പറ്റുക? ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ കൈൻഡ് ഓഫ് ടോക്സിക് പോസിറ്റിവിറ്റി അടക്കം എല്ലാം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഡിപ്രസ്ഡ് വേർഷനും ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ ബാലൻസ് നോക്കൂ, അതിന്റെ അർത്ഥം ഈ പറഞ്ഞത് രണ്ടും നമുക്ക് പറഞ്ഞത് ആശ്രയിച്ച് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത് യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും നല്ല കോൺഫിഡൻസ് വരും. ചില സമയത്ത് 100% ഉറപ്പായിട്ടും നല്ല ഡിപ്പാവുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിപ്പറേഷൻ പീരീഡിൽ ഒന്നല്ലെങ്കിൽ 2 ടെസ്റ്റ് സീരീസേ ചെയ്തിട്ടുള്ളൂ. 2 എക്സാമേ എഴുതിയിട്ടുള്ളൂ ടെസ്റ്റായിട്ട്. അതിലൊരു എക്സാം ജോഗ്രഫിയുടെ, എൻ്റെ ഓരോ ഓപ്ഷൻ സബ്ജക്റ്റ് ജോഗ്രഫി ആയിരുന്നു. ജോഗ്രഫിയുടെ ക്ലൈമറ്റോളജിയും ജിയോമോർഫോളജിയും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിന്റെ മാത്രം ഒരു എക്സാം ആയിരുന്നു, 300 മാർക്കിന്റെ. ഓക്കെ, അതിൽ കൂടുതൽ നന്നായിട്ട് ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റത്തില്ല. എവറി സിംഗിൾ വേർഡ്, എവറി സിംഗിൾ ബിറ്റ് ഓഫ് എസ്സേസ്, എവറിതിങ് ഐ സ്റ്റഡി. എന്നിട്ട് ഞാൻ പോയി എക്സാം എഴുതി. അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റത്തില്ല. പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതി എനിക്ക് കിട്ടിയ മാർക്ക് 125 130 ആയിരുന്നു. ഓക്കെ, ഔട്ട് ഓഫ് 300. നാച്ചുറലി ഐ വാസ് സോ ഡിപ്രസ്ഡ്. എന്തുകൊണ്ടാണ് ഞാൻ ഡിപ്രസ്ഡ് ആയത്? 130 കിട്ടിയത് കൊണ്ടല്ല. ഇതിൽ കൂടുതൽ എല്ലാ സബ്ജക്റ്റും എനിക്ക് ഒരു കാരണവശാലും പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്ക് 20 ചാപ്റ്റർ ഒരു കാരണവശാലും പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇതിൽ കൂടുതൽ എനിക്ക് മെമ്മറി ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത് 2 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് അത് മാത്രം ഓർത്തിട്ടാ പോകുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ പ്രിസിഷൻ എനിക്ക് ഉണ്ടാവില്ല. ഇതിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് എനിക്ക് എഴുതാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ പോയിന്റ്സ് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് എനിക്ക് 130 കിട്ടുന്നുള്ളൂ എങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാം. ഇതായിരുന്നു എന്റെ പ്രശ്നം. ആ പ്രശ്നം എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഞാൻ മര്യാദ പഠിച്ചിട്ട് പോയതുകൊണ്ടാണ്. കറക്റ്റ് അല്ലേ? അപ്പോ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഡിപ്രഷൻ വരുന്നു എന്നുള്ളത്. ദിസ് ഈസ് ഹൗ ഐ ടേക്ക് ഇറ്റ്. ഇതിന്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ഞാൻ അവിടെ എക്സാം എഴുതിയ 3-4 ആളുകള് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 170 മാർക്ക് കിട്ടിയ ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ പേപ്പർ തരാമോ എന്ന് ചോദിച്ചു. പേപ്പർ മേടിച്ചു. പേപ്പർ മേടിച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പം എന്നേക്കാൾ കൂടുതൽ 1 പോയിന്റ് പോലും അവൻ എഴുതിയിട്ടില്ല. 1 പോയിന്റ് പോലും എഴുതിയിട്ടില്ല. അവനേക്കാൾ ഒത്തിരി കൂടുതൽ പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻഫാക്ട് എന്റെയിലാണ് കൂടുതൽ ഫാക്ട്സ് ഉള്ളതും കൂടുതൽ പോയിന്റ്സ് ഉള്ളതും. പിന്നെ അവൻ എങ്ങനെയാണ് മാർക്ക് കിട്ടിയത്? പക്ഷെ ആ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാനാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് 130 മാർക്ക് കൊടുക്കും, അവന് 170 കൊടുക്കുമെന്ന്. അപ്പൊ എന്താണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്? അവന്റെ പേപ്പർ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, കുറച്ചുകൂടി ഇംപ്രസീവ് ആയിരുന്നു, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്നു, കുറച്ചുകൂടി ഡയഗ്രാംസ് ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു.
ഞാൻ എൻ്റെ തലയിലുള്ള മൊത്തം പോയിന്റ്സ് എഴുതി തീർക്കാനുള്ള തിരക്കില് നിറയെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ ഡയഗ്രാംസ് മിനിമം ആയിരുന്നു. മനസ്സിലായോ? ആ ഒരൊറ്റ ദിവസം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ജോഗ്രഫി പ്രിപ്പറേഷനിൽ ഒരു 5% ജമ്പ് ഉണ്ടായും ആ ഒരൊറ്റ പേപ്പറിൽ. കാരണം മൊത്തം പഠിച്ചു കഴിയുന്നതിലല്ല, നമുക്കറിയാവുന്ന എല്ലാ പോയിന്റ്സും എഴുതി തീർക്കുന്നതിലല്ല, അത് ഇംപ്രസീവായിട്ട് പ്രസന്റ് ചെയ്യുന്നതിലാണ് കാര്യമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് ഇൻ സദേൺ ബീഹാർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ജോഗ്രഫിയുടെ പേപ്പറിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ എസ്സേയിൽ ഞാൻ ഒരു 20 ഇന്ത്യയുടെ മാപ്പെങ്കിലും വരച്ചിട്ടുണ്ടാകും, ഒരൊറ്റ എസ്സേയിൽ. അപ്പൊ ഇത് വളരെ വലിയൊരു ഇതായിട്ട് തോന്നുന്നു. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യ മാപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇന്ത്യ മാപ്പ്. ഇതേ ഉള്ളൂ ഇന്ത്യ മാപ്പ്. ഇറ്റ് വിൽ ടേക്ക് 2 seconds 3 seconds. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന ALS എന്ന് പറയുന്ന അക്കാഡമിയിൽ ജോഗ്രഫിയുടെ ഒരു 3 മാസത്തെ കോഴ്സാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള കോഴ്സ്. ആ കോഴ്സിൽ അന്ന് പഠിപ്പിക്കുമായിരുന്നു 2 സെക്കൻഡിൽ വരയ്ക്കുന്ന ഒരു ഇന്ത്യ ഉണ്ട്, ജസ്റ്റ് 2 seconds 10 സെക്കൻഡ്സിൽ വരയ്ക്കുന്ന ഒരു ഇന്ത്യ ഉണ്ട്. അങ്ങനെ അന്ന് പഠിപ്പിക്കുമായിരുന്നു. ഐ ഡോണ്ട് നോ ഇപ്പൊ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 5 സെക്കൻഡ് എടുക്കുന്ന കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു ഇന്ത്യയാണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഐ യൂസ് ടു ഡ്രോ ദാറ്റ്. അതിൽ എപ്പോഴും എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു 4-5 കളർ പെൻസിൽ ഉണ്ടാകും. ആ എക്സാം മുഴുവൻ ആ ഇന്ത്യയുടെ മാപ്പിൽ നല്ല വൃത്തിയായി കളർ ചെയ്തിട്ടാണ് ഞാൻ ആ എക്സാം മുഴുവൻ എഴുതിയത്. എനിക്ക് ഉറപ്പാണ് എൻ്റെ ആൻസർ ഷീറ്റ് കണ്ടാൽ ഇതിന് ഉറപ്പായിട്ട് മാർക്ക് ഇടാതെ പോകാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പറഞ്ഞു വന്നത് ആ ടിപ്സ് മുഴുവൻ എനിക്ക് അന്ന് കിട്ടിയത് എൻ്റെ കൂടെ ആ എക്സാം എഴുതിയ പയ്യന്റെ പേപ്പറിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു നോളജ്, നമ്മൾ നോളജ് അക്വയർ ചെയ്യും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും കോൺഫിഡൻസ് താഴുകയും ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണെന്നാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. നിങ്ങൾ ആ റൂട്ട് തന്നെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? ഇതാണ് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി. ഇതാണ് എവിടെയാണ് നമ്മുടെ ഫോൾട്ട്, എവിടെയാണ് നമുക്ക് മിസ്സിങ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ മിസ്സിങ് വരുന്നത് എന്നുള്ളത് പ്രിസൈസ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്യുക, അത് അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ആകുന്നത് കാണാം. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ചിലപ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾ വാസ്റ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് പ്രിസിഷൻ ഉണ്ടാവില്ല. കുറച്ച് ആളുകളുടെ പ്രശ്നം, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പ്രിസൈസ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും സിലബസ് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചില ആളുകളുടെ പ്രശ്നം, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും, പക്ഷെ മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, അതിന് മാർക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ എല്ലാം ആൻസർ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. നോക്കൂ, ഇത് വേരിയിങ് സെറ്റ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഇത് ഓരോ ഇൻഡിവിജ്വലിനും യുണീക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങളുടെ പ്രോബ്ലംസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യണം. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് അല്ലെ. ചില ആളുകൾ വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ആളുകളാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്, വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ റൂട്ട് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ, ബിറ്റ് ബൈ ബിറ്റ്, ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. താങ്ക് യു. അതുപോലെ തന്നെ ഒറ്റ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. നമ്മളിപ്പോൾ ഈ പുറത്തുനിന്ന് നമ്മളിപ്പോൾ സിവിൽ സർവീസ് എന്ന് കാണുമ്പോൾ ആക്ച്വലി സെർവ് ചെയ്യണം, അതുപോലെ തന്നെ അങ്ങനെ കുറേ വിഷൻസൊക്കെ ഡെഫിനറ്റ്ലി നമ്മളുള്ളിൽ ഉണ്ടാവും. ബട്ട് ഈ സർവീസ് കയറി കഴിയുമ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിരിക്കുമോ, അതുപോലെ തന്നെ ആ സർവീസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, ഇത് പ്രിപ്പറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. ഇതിൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അല്ലെ. ആ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നാച്ചുറലി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വരും. ഈ നൂറുകണക്കിന് ആളുകൾക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. നാച്ചുറലി അതിന്റെ അർത്ഥം എന്താണ്? നാച്ചുറലി അതിന്റെ അർത്ഥം നിങ്ങളുടെ ജോബ് ഈസ് ഗോയിങ് ടു ബി വെരി സ്ട്രെസ്ഫുൾ. ഒരു സംശയമില്ല. നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാത്ത ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ജോലി ലിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെതാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കളക്ടറായിട്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും വിചാരിക്കാറുള്ള, എൻ്റെ പത്തനംതിട്ട കളക്ടറേറ്റിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ടായിരുന്ന ഒരു പയ്യൻ. എല്ലാ ദിവസവും ആദ്യത്തെ വന്ന് 1 മാസം കഴിഞ്ഞപ്പം
വെള്ളപ്പൊക്കമായിരുന്നു 2 മാസം. 20 മുതൽ കോവിഡ് ഉണ്ടായിരുന്നു പോരുന്നവരെ. ചുരുക്കി പറഞ്ഞാൽ 1 മാസം പോലും റിലാക്സ്ഡ് ആയിട്ടിരിക്കാനുള്ള സമയം അവിടെ കിട്ടിയിട്ടില്ല. ഈ 2.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു 1000-ഓളം ദിവസം, ആ ദിവസങ്ങളിൽ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ഒരു മനുഷ്യനെ കണ്ടിട്ടുള്ളൂ, അത് ലിഫ്റ്റ് ഓപ്പറേറ്ററെയാണ്. എല്ലാ ദിവസവും വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് ലിഫ്റ്റിൽ ഇരിക്കുന്നുണ്ടാവും. തിരിച്ച് ഞാൻ പോകുമ്പോഴേ പുള്ളി പോകത്തുള്ളൂ, അപ്പോഴും കാണാറുണ്ട്. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല. എന്തുകൊണ്ട് അയാൾക്ക് സ്ട്രെസ് ഇല്ലാതിരുന്നു? അയാളുടെ പേഴ്സണൽ സ്ട്രെസ് തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കാം, പക്ഷെ പ്രൊഫഷണൽ സ്ട്രെസ് എന്തുകൊണ്ടുണ്ടായില്ല? ബിക്കോസ് നിങ്ങളുടെ ജോബിന്റെ പ്രൊഫൈൽ ഉയരുന്തോറും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്തോറും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ഇവിടെ വരാകൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സിവിൽ സർവീസിൽ വന്നിട്ട് സ്ട്രെസ് ഇല്ലാത്ത ഒരു ജോലിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇറിലവന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നതെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്റ്റ് ചെയ്തു എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി. വളരെ കൂൾ ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് സിവിൽ സർവീസിൽ വരാതിരിക്കുക. ഐ എം സോറി ടു സേ ദിസ്. ഓക്കെ, ദിസ് ഈസ് 1 പോയിന്റ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് 24 മണിക്കൂറും സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വയ്യാതെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾക്ക് വളരെ കൂളായിട്ടും റിലാക്സ് ചെയ്തും എൻജോയ് ചെയ്തും ഈ ജോബ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത്, കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു ക്രൈസിസിനെ നേരിടാൻ ഞാൻ എങ്ങനെയാണ് സ്വയം പാകപ്പെടുത്തുന്നത്? ഞാൻ ആലോചിച്ചത് ഇതാണ്. നോക്കൂ, എനിക്ക് ഇത് മാനേജ് ചെയ്യാനുള്ള നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഞാൻ ഇതിനു മുന്നേ വെള്ളപ്പൊക്കമൊന്നും മാനേജ് ചെയ്ത് പരിചയമുള്ള ഒരാളൊന്നുമല്ല, അല്ലേ? ഈ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയൊരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ സ്വയം എക്വിപ്പ് ചെയ്യുന്നത്? എനിക്ക് സ്വയം തോന്നിയ ഒരു സ്ട്രാറ്റജി ഇതാണ്. നോക്കൂ, ഇത്രയും വലിയ ഒരു രാജ്യത്തെ, ഇത്രയും വലിയ ഒരു സംസ്ഥാനത്തെ, ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു ജില്ലയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റില് ഈ 100-140 കോടി ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത് നിങ്ങളെ വിശ്വസിച്ച് ഈ സംവിധാനം ഏൽപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ഇത്രയും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് ഡെലിവർ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിൽ അത് ഡെലിവർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് സ്വയം ബോധ്യം വന്നാൽ യു ആർ ഗോയിങ് ടു ഡെലിവർ. ഈ ഒരൊറ്റ കോൺഫിഡൻസ് മതി. ഇത്രയും ആളുകൾ എന്നെ വിശ്വസിച്ചാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇത് ഞാൻ ചെയ്യേണ്ട ആളാണ്, ഞാൻ ചെയ്തിരിക്കും എന്ന് തന്നെ തീരുമാനം. ഇത് എന്റെ കാര്യമല്ല, ഞാനൊരു ഉദാഹരണം പറയുന്നത്. എല്ലാ ആളുകളും ഇങ്ങനെ ഡെലിവർ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള കോൺഫിഡൻസ് അതാണ്, അല്ലെ? അല്ലാതെ എത്ര പേർക്ക് ആദ്യത്തെ ചന്ദ്രനിൽ പോയ ആദ്യത്തെ ആളാണ്, അതിനു മുന്നേ ആരും പോയിട്ടില്ല, ശരിയല്ലേ? എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഉണ്ടാകും. അതിനു മുന്നേ ട്രെയിൻഡ് അല്ല അവർ. അപ്പോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്വയം ആർജിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് വന്നു കഴിയുമ്പോൾ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും നമുക്ക് ഈസി ആയിട്ട് കോൺക്വർ ചെയ്യാൻ പറ്റും. 1. 2, നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട് ഒന്ന് നോക്കൂ. നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിന്റെയും ഇമ്പാക്ട് വളരെ വിസിബിൾ ആയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതൊന്ന് നോക്കൂ. ഇതിലും വലിയ കോൺഫിഡൻസും ഹാപ്പിനെസ്സും കിട്ടുന്ന ജോലി എന്താണുള്ളത്? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് അവിടെ പോയി ഇത് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങത്തില്ല, ശരിയല്ലേ? അപ്പോ അതാണ് നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. അത് തന്നെയാണ് ഈ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള ടൂളും. Gallant IAS, chasing your passion to ace.